മോർണിംഗ്. ഞാൻ ജയപ്രകാശ് ബാലൻ. ഇന്നൊരു സ്പെഷ്യലൈസേഷൻ്റെ കാലമാണ്. നമ്മൾ ഏത് മേഖലയിലാണെങ്കിൽ പോലും, ഏത് മേഖല എടുത്തോളും, സൊസൈറ്റിക്കകത്തുള്ള ഏത് മേഖല എടുത്താലും അതിൽ ആ സബ്ജക്റ്റിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. സ്പെഷ്യലൈസേഷൻ എല്ലാ മേഖലയിലും ഇന്ന് നിർബന്ധമാണ്. ഇതിന് ചെറിയ 1-2 എക്സാമ്പിൾസ് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു വെജിറ്റബിൾ ഷോപ്പിലേക്ക് പോവുകയാണ്. എന്നിട്ട് അതിന് എനിക്കൊരു 1 കിലോ തക്കാളി വേണം. 1 കിലോ തക്കാളി വേണമെങ്കിൽ ഞാൻ പറയാം, ചേട്ടാ 1 കിലോ തക്കാളി എടുക്കണേ. 1 കിലോ തക്കാളി എടുക്കാൻ പറയുകയാണെങ്കിൽ ആ ചേട്ടൻ 1 കിലോ തക്കാളി എടുത്തിട്ട്, ചേട്ടാ ഇനി എന്താ വേണ്ടേ, സാർ എന്താ വേണ്ടേ എടുത്ത് ചോദിക്കും. അപ്പം നമ്മൾ 1/2 കിലോ മുളക് വേണേ, 1 കിലോ പഴം വേണേ. ഇങ്ങനെ ഞാൻ പറയുന്നതിനനുസരിച്ച് എനിക്ക് പ്രോഡക്റ്റിനെ എടുത്തു തരുന്ന ആളാണ് സെയിൽസ്മാൻ. ഇതൊരു സെയിൽസ്മാൻ മാത്രമാണ്. ഈ സെയിൽസ്മാൻ ഇന്ന് വെജിറ്റബിൾ ഷോപ്പിലൊക്കെ ഇതിന് പ്രത്യേകതയുണ്ട്. വെജിറ്റബിൾ ഷോപ്പിൽ എനിക്ക് പോകുന്നത് ചിലപ്പോൾ 40-50 രൂപയായിരിക്കും 1 കിലോ 1 കിലോ പൊട്ടറ്റോയ്ക്ക്, 1 കിലോ തക്കാളിക്ക് വരുന്നത്. പക്ഷേ ഇതേ പേഴ്സൺ തന്നെ ഞാനൊരു ടെക്സ്റ്റൈലിലേക്കോ ജുവലറിയിലേക്കോ പോവുകയാണെങ്കിൽ അവിടെ പോയിട്ട് എനിക്കൊരു വള വേണം അല്ലെങ്കിൽ ഒരു സാരി വേണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഒരു സാരി നോക്കണം, അല്ലെങ്കിൽ ഒരു വള നോക്കണം, മാല നോക്കണം എന്നാണ് പറയാം. നോക്കണമെന്ന് പറയുന്ന ആള് ഞാൻ വാങ്ങാൻ വന്ന ആള് തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് നോക്കണം എന്നായിരിക്കും. കാരണം എനിക്ക് നോക്കി ബോധിക്കാൻ എന്താ ഉള്ളത്, ബ്രാൻഡിനെ കുറിച്ച് ഓൾറെഡി അറിയും. എൻ്റെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഷോപ്പിലേക്ക് വരുന്നത്. ഒരു കാരണവശാലും നമ്മൾ ആരും തന്നെ ഒരു ആവശ്യമില്ലാതെ ഒരു ഷോപ്പിലേക്കും കയറാറില്ല. എന്നിരുന്നാൽ തന്നെയും ഞാൻ നോക്കണം എന്നാണ് പറയാ. നോക്കുന്നത് ഡിസൈനാണ്. ഡിസൈൻ എന്ന് പറയുമ്പോൾ ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല. ഒരു ഡിസൈൻ നോക്കാം, എൻ്റെ റേറ്റിന് ഈക്വൽ തന്നെ നോക്കാം, ഇതൊക്കെ യൂണീക്നെസ് എന്താ നോക്കാം. ഇതിനെപ്പറ്റി ഞാൻ അത്ര അവെയർ ഒന്നുമല്ല. എന്നാലും ഞാൻ പറയും നോക്കണമെന്നാണ്. ഈ നോക്കണം എന്ന് പറഞ്ഞു വരുന്ന ആളെ കൊണ്ട് ഈ പ്രോഡക്റ്റ് ഇടിപ്പിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് ആ സ്ഥാപനത്തിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ്. സെയിൽസിനെ നിർവഹിക്കാൻ കഴിവുള്ളവർ. അതായത് ഈ എക്സ്പെർട്ടൈസ് അല്ലാത്ത ആളുകൾ നോക്കണം എന്ന് പറഞ്ഞു വരുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിനിണങ്ങുന്ന, അവരുടെ വരുമാനത്തിനിണങ്ങുന്ന നമ്മുടെ ഷെൽഫിലുള്ള പ്രോഡക്റ്റിനെ ഭംഗിയായി അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരെ കൊണ്ട് ആ സെയിൽസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ, സെയിൽസിനെ നിർവഹിക്കാൻ, സെയിൽസിനെ നടത്താൻ കഴിവുള്ള ആളുകളാണ് സെയിൽസ് എക്സിക്യൂട്ടീവ്. അതിനൊരു സ്പെഷ്യലൈസേഷൻ ഇത് വേണം. ദാറ്റ്സ് കോൾഡ് എക്സ്പെർട്ടൈസേഷൻ, ദാറ്റ്സ് കോൾഡ് സ്പെഷ്യലൈസേഷൻ. അതായത് എൻ്റെ മേഖലയിലേക്ക് വരുന്ന ആൾ, ഇപ്പം ഞാൻ മൊബൈൽ മേടിക്കാൻ വരുന്ന ആളാണെങ്കിൽ എനിക്ക് മൊബൈലിനെ കുറിച്ച് ഫ്രീ നോളജേ ഉള്ളൂ. ബ്രാൻഡ് ഇമേജ് കുറച്ച് അറിവുകളൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ റിക്വയർമെന്റ് എന്താണ്, സാർ എന്താണ് ചെയ്യുന്നത്, സാറിന് ഇപ്പം iPhone 6 വേണോ 6+ വേണോ, സാറിന് ഇപ്പം 6 മതി, സാർ പ്രൊഫഷണൽ യൂസിനാകുമ്പോൾ സാർ ഇത് മാത്രമല്ല 6 മതി, സാർ ഈ പ്രൊഫഷനകത്ത് ഇതായിരിക്കും അവിടെ ആപ്റ്റ്, കാരണം എപ്പോഴും യൂസ് ചെയ്യുന്നില്ല, ഇത്ര വലിയ സൈസ് സാറിന് വേണ്ട, സാർ 64 MB ഇട്ടുള്ളൂ സോറി, കാരണം സാറിന് വീഡിയോ ഒക്കെ ചിലപ്പോൾ റെക്കോർഡ് ചെയ്യേണ്ടി വരില്ലേ. ഇങ്ങനെ എന്നെ പഠിച്ചിട്ട്, എൻ്റെ റിക്വയർമെന്റിനെ പഠിച്ചിട്ട് എനിക്ക് വേണ്ടി നിങ്ങളിലുള്ള പ്രോഡക്റ്റിനെ എടുത്തു തരാൻ കഴിവുള്ള മിടുക്കന്മാരെ നമുക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കാം. ഇതിന്റെ അടുത്ത ലെവലാണ് സെയിൽസ് കൺസൾട്ടന്റ്. ഇന്നൊരു കൺസൾട്ടന്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ശരിക്കും എന്നെ മനസ്സിലാക്കി, എൻ്റെ ഷൂവിൽ നിന്നുകൊണ്ട് എൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അതിന് ഏപ്റ്റായ ഒരു പ്രോഡക്റ്റ്, എൻ്റെ സമ്പത്തിനെ നോക്കിയിട്ട് എൻ്റെ കയ്യിലുള്ള പോക്കറ്റിലെ പൈസ മേടിച്ചു വെക്കലല്ല എയിം. എൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിനെ ഏപ്റ്റായിട്ട് ഏറ്റവും അനുകൂലമായ പ്രോഡക്റ്റിനെ ഭംഗിയായി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് എനിക്ക് തന്നുവിടാൻ കഴിവുള്ള മിടുക്കന്മാരെയാണ് ഒരു സ്പെഷ്യലൈസ്ഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു മേഖലയാണെങ്കിൽ എല്ലാ മേഖലയ്ക്കും ഇത് ബാധകമാണ്. നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഒരു 5 വർഷം 10 വർഷം മുൻപ് ഡോക്ടറെ കാണാൻ പോകുന്നു എന്നുള്ളത് ഇപ്പം വേർഡിനെ ലോപിച്ചുകൊണ്ട് നമ്മൾ ENT കാണാൻ പോകുകയാണ്, ഓർത്തോനെ കാണാൻ പോകുകയാണ്, പീഡിയാട്രിനെ കാണാൻ പോകുക എന്ന് പറയുന്നത്. കാരണം ഞാനൊരു ട്രെയിനറാണ്. ഞാൻ എൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലാണ്. ഞാൻ ട്രെയിനറാണ്. ഒരു സ്ഥാപനത്തിന്റെ ട്രെയിനിങ് എനിക്ക് കൊടുക്കാൻ അറിയാം. സ്റ്റാഫിനെ എടുത്തുകൊണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡിനെ റീഎഞ്ചിനീയർ ചെയ്യാൻ എനിക്കറിയാം. അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് നല്ല സെയിൽസ് പേഴ്സൺ ആക്കാൻ എനിക്കറിയാം. ദാറ്റ് ഈസ് മൈ എക്സ്പെർട്ടൈസേഷൻ. പക്ഷെ അത് വെച്ചിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എൻ്റെ ശരീരത്തിന്റെ എന്താ പറയുക, ഇതിനെ അനലൈസ് ചെയ്തുകൊണ്ട് എന്താണ് ഡിസീസ്, എന്താണ് ട്രീറ്റ്മെന്റ് നടത്തേണ്ടത്, എന്ത് മെഡിസിനാണ് ഞാൻ എടുക്കേണ്ടത് എന്ന അവയർനെസ് എനിക്കില്ല. കാരണം അതിനകത്ത് ഞാൻ എക്സ്പെർട്ട് അല്ല, അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ എനിക്കില്ല. അപ്പൊ ഞാൻ പോകുന്ന ഡോക്ടർ, എൻ്റെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെയാണ് ഞാൻ അന്വേഷിക്കുന്നത്.
അപ്പൊ ജയപ്രകാശ് എന്ന വ്യക്തിയെ നോക്കിയിട്ട്, എന്റെ ശരീരത്തിനെ നോക്കിയിട്ട്, സാറിന്റെ ഏജിനെ നോക്കിയിട്ട് അതിന് നന്നായിട്ട് മരുന്ന് നിർദ്ദേശിക്കുന്ന, സാർ ഇത് എടുത്താൽ മതി, ഭക്ഷണം ഇന്നത് കഴിച്ചാൽ മതി എന്ന് എന്നെ വിളിച്ച് എന്നോട് സംസാരിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് പേഴ്സണെയാണ് ഇന്ന് ഡോക്ടറിൽ ഞാൻ തപ്പുന്നത്. അപ്പൊ ആ സ്പെഷ്യലൈസേഷൻ ഏത് മേഖലയ്ക്കും എന്നുണ്ട്. കോമൺ ആയിട്ട് എന്തെങ്കിലും നേടി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇത് സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ നമുക്കൊന്നും വിജയിക്കാൻ കഴിയില്ല. ഏത് മേഖലയിലേക്കാണോ നമ്മൾ പോകുന്നത് അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യാൻ കഴിയണം. സ്പെഷ്യലൈസേഷൻ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യലൈസ് ഇൻ യുവർ ആക്ഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.